ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് എത്ര പേരാ? 2025 മെയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സമാധാനപരമായി പരിഹരിച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഭവം തീർന്നിട്ടില്ല. അതിന്റെ മുന്നേ മറ്റൊരു രാജ്യം തങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിച്ചതെന്ന് പറഞ്ഞ് അവകാശവാദവുമായി എത്തിയിട്ടുണ്ട്. മറ്റേതുമല്ല, ചൈനയാണ് ആ രാജ്യം. ബെയ്ജിങ്ങിൽ ചൈനയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ഈ ഒരു അവകാശവാദം ഉന്നയിച്ചത്. ഇന്ത്യ പാക് സംഘർഷത്തിന് പുറമെ മ്യാൻമാർ ആഭ്യന്തര കലാപം, ഇറാൻ ആണവ വിഷയം, പലസ്തീൻ ഇസ്രയേൽ തർക്കം, കംബോഡിയ തായ്ലാന്റ് സംഘർഷം എന്നിവയെല്ലാം ചൈന മധ്യസ്ഥത വഹിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം മെയ് 7 മുതൽ 10 വരെ നീണ്ടുനിന്ന സംഘർഷത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളും നേരിട്ട് നടത്തിയ ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ എത്തിയത് എന്നുമാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. വെടിനിർത്തലിനായി പാകിസ്ഥാൻ നേരിട്ട് വിളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിലും വിശദീകരിച്ചിട്ടുണ്ട്. സംഘർഷ സമയത്ത് പാകിസ്ഥാൻ പ്രയോഗിച്ച മിക്ക ചൈനീസ് നിർമ്മിത ആയുധങ്ങളെയും നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു.